അടുത്ത ഭാഗം വരുന്നത് പുനരാവർത്തക ജ്വരത്തിൻ്റെ ചികിത്സയാണ് കേട്ടോ. അപ്പോൾ അവിടെ ശ്ലോക നമ്പർ നോക്കുകയാണെങ്കിൽ 333 തൊട്ട് 343 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ശ്ലോകം നോക്കാം. അസഞ്ജാതബലോ യസ്തു ജ്വരമുക്തോ നിഷേവതേ വർജ്യമേതത് നരസ്തസ്യ പുനരാവർത്തതേ ജ്വര ദുർഹതേഷു ച ദോഷേഷു യസ്യ വ വിനിവർത്തതേ സ്വൽപേന അപി അപചാരേണ തസ്യ വ്യാവർത്തതേ പുന ചിരകാല പരിക്ലിഷ്ടം ദുർബലം ഹീനതേജസം അചിരേണൈവ കാലേന സഹന്തി പുനരാഗത. അപ്പോൾ ഇവിടെ പനി മാറിയിട്ടുള്ള ഒരു പേഷ്യൻ്റ് പനി മാറിക്കഴിഞ്ഞിട്ട് വളരെ ഉടനെ തന്നെ വീണ്ടും ഈ പറയുന്ന നിദാനങ്ങളെയൊക്കെ ശീലിച്ചാൽ പനി രണ്ടാമതും ആവർത്തിച്ച് വരും. അപ്പോൾ ഈ കണ്ടീഷൻ, ഈ പുനരാവർത്തക ജ്വരം എങ്ങനെയാണ് ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ദോഷം കുപ്പിച്ചിട്ടായിരിക്കും ജ്വരം ഉണ്ടാവുക. അപ്പോൾ ആ ദോഷത്തെ നമ്മൾ ശരിക്കും ശുദ്ധി വരുത്താതെ നമ്മൾ ജ്വരഹരമായിട്ടുള്ള അല്ലെങ്കിൽ വ്യാധി വിപരീതമായിട്ടുള്ള ഇപ്പോൾ ഒരു പാരസെറ്റമോൾ കഴിച്ച് പനി മാറ്റിയെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ദോഷത്തിന്, അതിൻ്റെ ദുഷിച്ച അംശത്തിന് നല്ല ശുദ്ധി വന്നിട്ടുണ്ടാവില്ല. നമ്മൾ പാരസെറ്റമോൾ കഴിച്ചിട്ടാണ് പനി മാറ്റിയത്, പക്ഷേ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ദോഷത്തിന് അവിടെ ശുദ്ധി വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പനി മാത്രമേ ഇവിടെ നിർത്തിയിട്ടുള്ളൂ. അപ്പോൾ പിന്നീട് നമ്മൾ ഏതെങ്കിലും ഒരു അബദ്ധം ശീലിച്ച് പോയി കഴിഞ്ഞാൽ ആ ജ്വരം ക്ഷണത്തിൽ വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കണ്ടീഷൻ, കുറേ കാലം പനിച്ച് ശരീരം നന്നായിട്ട് ക്ഷീണിക്കുകയും ബലം നന്നായിട്ട് ക്ഷയിച്ച ഒരു പേഷ്യൻറ്റിന് വീണ്ടും ആ പനി മാറിയിട്ട് രണ്ടാമതും പനി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മരണസാധ്യത അല്ലെങ്കിൽ ഈ പനി അദ്ദേഹത്തെ ഹനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് അവിടെ സൂചിപ്പിച്ച് അചിരേണൈവ കാലേന സഹന്തി പുനരാഗത. അടുത്തത് മറ്റൊരു അവസ്ഥ പറയുകയാണ്. അഥവാഭി പരിപാകം ധാതുഷ്വേവ ക്രമാന്മല യാന്തി ജ്വരം കുറുവന്തസ്തേ തഥാപി അപകുർവതേ. അപ്പോൾ ഇവിടെ ഈ ജ്വരകാരിയായിട്ടുള്ള ദോഷത്തിന് നമ്മൾ ശുദ്ധി വരുത്താതെ ജ്വരം മാറ്റിയാൽ അത് ധാതുക്കളിൽ പോയിട്ട്, ഈ ദോഷങ്ങൾ ആ ധാതുക്കളിൽ പോയിട്ട് അതേവിധം ലയിച്ചങ്ങനെ കിടക്കും. അപ്പോൾ ആ ദോഷം വീണ്ടും അവ ധാതുക്കളിൽ പോയിട്ട് ഇങ്ങനെ കിടക്കുന്നുവെങ്കിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്.